നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പറ്റിയുള്ളതാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷവശങ്ങളെപ്പറ്റിയും നല്ല ഗുണങ്ങളെപ്പറ്റിയും എന്താണ് എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിച്ചാലുള്ള പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഇവിടെ റീഡിങ്ങിൽ പറയുന്നതായിരിക്കും. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണോ വേണ്ടായോ എന്നുള്ള തീരുമാനം അത് നിങ്ങളുടേത് മാത്രമായിരിക്കും. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ദ ചാരിയറ്റ്, 6 ഓഫ് കപ്സ്, ദ മജീഷ്യൻ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ മൂൺ കാർഡ്, ദ ലവേഴ്സ് കാർഡ്, 2 ഓഫ് കപ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ഡെവിൾ കാർഡാണ്. ആദ്യം പറയുന്നത് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിച്ചാലുള്ള നല്ല വശങ്ങളെ പറ്റിയാണ്. ആദ്യം തന്നെ പറയട്ടെ, മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പ്രണയബന്ധത്തിൽ സ്വന്തമായൊരു നിലപാടുള്ളവരായിരിക്കും. അതായത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളല്ലാതെ മറ്റൊരു തേർഡ് പാർട്ടി വന്ന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുന്ന അഭിപ്രായങ്ങൾ ഈ വ്യക്തികൾ കൺസിഡർ ചെയ്യില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ ചെന്ന് ഇയാളുടെ അടുത്ത്, അതായത് ഈ മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയോട് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതാവട്ടെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഒരിക്കലും ആ കാര്യങ്ങൾ വിശ്വസിക്കില്ല. ഇവർക്ക് സത്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ വിശ്വസിക്കുകയുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാകും. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഇത് ലാസ്റ്റ് മാരേജിൽ തന്നെ കൊണ്ടെത്തിക്കണം എന്നുള്ള ഉറച്ച നിലപാടോടുകൂടി തന്നെയായിരിക്കും ഇവർ ഈ ഒരു ബന്ധം തുടങ്ങുന്നത് തന്നെ. വൺസ് അവർ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനത്തിൽ നിന്നും ഒരിക്കലും ഈ വ്യക്തിയെ ആർക്കും പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല. മകയിരം നക്ഷത്രക്കാർ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹമായിരിക്കും മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി കൊടുക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം സക്സസ് ആക്കാൻ വേണ്ടി 100% സക്സസ് ആക്കാൻ വേണ്ടി ഈ വ്യക്തി കംപ്ലീറ്റ് എഫേർട്സും ഇടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി എങ്ങനെയാണോ നിങ്ങൾ തമ്മിലുള്ള ജീവിതം സ്വപ്നം കണ്ടത്, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ തയ്യാറാണ് എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. കാര്യങ്ങളൊക്കെ വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഫിനാൻഷ്യലി ഇയാളുടെ പേരൻസിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം മാത്രമേ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുകയുള്ളൂ. അതുവരെ നിങ്ങളോട് സമയം ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ 100% സത്യസന്ധത പുലർത്താനാണ് ഈ മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ശ്രമിക്കുന്നത്. മാരേജിന് ശേഷം പോലും നിങ്ങൾ തമ്മിലുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് പോലും ഇവർക്കൊരു ധാരണയുണ്ട്. ഇവർ കംപ്ലീറ്റ്ലി വെൽ പ്ലാൻഡ് ആയിരിക്കും. അതായത് ഇത്ര രൂപ സേവിങ്സ് വേണം, ഇത്ര എമൗണ്ട്, അതായത് ഇത്രയും ബാങ്ക് ബാലൻസ് ആയതിനു ശേഷം മാത്രമേ കല്യാണം കഴിക്കൂ. മാരേജിന് ശേഷം കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ എത്ര അളവിൽ സാമ്പത്തികം വേണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ് ഈ മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കുണ്ട്. മാരേജ് നടത്താനും മാരേജിന് ശേഷമാണെങ്കിലും തന്നെയും സാമ്പത്തികത്തിന് വേണ്ടി ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ പ്രണയബന്ധത്തിൽ ഇവർ സാമ്പത്തികത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിച്ചാൽ ഉണ്ടാവുന്ന പോസിറ്റീവ് കാര്യങ്ങളായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
അടുത്തതായി നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പ്രണയബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈഫ് പ്ലാനിങ് ഉണ്ടായിരിക്കും. അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, രണ്ടുപേർക്കും ഇത് ബാധകമാണ്. അവർക്ക് ഇതുപോലുള്ള വ്യക്തമായ ഒരു ലൈഫ് പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാം. ഇവരുടെ ഒരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കും ഈ ഒരു പ്രണയബന്ധത്തെ ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയിൽ ഈ പ്ലാനിങ്ങിന് വിപരീതമായി എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വ്യക്തികൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് പറയുകയാണെന്ന് വെച്ചോ, പെട്ടെന്ന് തന്നെ കല്യാണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി പ്ലാൻ ചെയ്തതനുസരിച്ച് ഈ വ്യക്തിക്ക് ആദ്യം സാമ്പത്തികം വന്നിട്ടുണ്ടോ എന്ന് ഈ വ്യക്തി നോക്കും. അതിനുശേഷം മാത്രമേ മാരേജിൻ്റെ കാര്യം ഈ വ്യക്തി പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. അതുവരെ നിങ്ങളോട് കാത്തിരിക്കാൻ ഈ വ്യക്തി ആവശ്യപ്പെടുന്നതായിരിക്കും. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥത ഇല്ല എന്നല്ല. അടുത്ത ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ഒരിക്കലും നിങ്ങളോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നതാണ്. നിങ്ങൾക്ക്, അതായത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ വ്യക്തി നിങ്ങളോട് പറയുകയുള്ളൂ. അതായത് ആ വ്യക്തി നിങ്ങളോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ വ്യക്തി തുറന്ന് സംസാരിക്കുകയുള്ളൂ. നിങ്ങളോട് പറയണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ എത്ര വലിയ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ആ വ്യക്തി നിങ്ങളോട് മറച്ചു വെക്കുന്നതായിരിക്കും. ഇവർ പറയുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടായിരിക്കുകയില്ല. അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം തുടരുമ്പോൾ തന്നെ ഒരു തേർഡ് പേഴ്സൺ ഈ ഒരു വ്യക്തിയോട് നിങ്ങളെപ്പറ്റി മോശമായിട്ടോ ഒരു നെഗറ്റീവ് കാര്യങ്ങളോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അത് നിങ്ങളോട് പറയുന്നതായിരിക്കുകയില്ല. പിന്നെ ഈ വ്യക്തിയോട്, അതായത് മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയോട് ഒരു തേർഡ് പേഴ്സൺ വന്ന് അയാൾക്ക് ഈ വ്യക്തിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ വ്യക്തി, അതായത് മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി നിങ്ങളോട് മറച്ചു വെക്കും. അത് നിങ്ങളോട് തുറന്നു പറയാതെ മറച്ചു വെക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും മറച്ചു വെച്ച് സംസാരിക്കുന്നതായിട്ടുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം. സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഒരു തേർഡ് പേഴ്സണിനോട് ഈ വ്യക്തിക്ക് അട്രാക്ഷനും ക്രഷും ഒരു സെക്ഷൽ ഫീലിങ്ങും തോന്നാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാണിംഗ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഈ മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് കൂടുതലാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓവറായിട്ട് മദ്യപിക്കുക, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഉണ്ടാവുക, ഇതൊക്കെ ഈ ഒരു വ്യക്തികളുടെ അതായത് മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ വീക്ക്നെസ് ആയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തതായിട്ട് ഈ മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ, പ്രണയബന്ധമാകട്ടെ ഒരു വിവാഹ ജീവിതമാകട്ടെ, നിങ്ങൾ ശരിക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് ഈ വ്യക്തി ചെയ്യുന്ന പല തെറ്റായ കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. ഈ വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ബന്ധം സക്സസ് ആയിട്ട് മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങളുടെ പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ട ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പണത്തിന് ഒട്ടും കുറവ് തന്നെ വരികയില്ല. ഇതും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയെ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡായിട്ടും യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റീഡിംഗ് കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു ബന്ധം, അതായത് മകരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധം തുടരണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പിന്നെയും ഞാൻ പറയുകയാണ്, ഈ ലോകത്ത് 2 തരം ആൾക്കാരാണ് ഉള്ളത്. മനുഷ്യത്വം ഉള്ളവരും മനുഷ്യത്വം ഇല്ലാത്തവരും. എല്ലാ നാളിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വ്യക്തി ഒരു മോശം കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പറയാനാവുകയില്ല ആ വ്യക്തി ഇന്ന നാളിൽ ജനിച്ചതുകൊണ്ടാണ് അവരുടെ സ്വഭാവം ഇതായത് എന്ന്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തെ നല്ലതാക്കുന്നത് മോശമാക്കുന്നത്. ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതുമാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.